ഇന്ത്യയെ വരിഞ്ഞു മുറുകാനായിട്ടുള്ളൊരു ശ്രമം ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ആകട്ടെ തിരിച്ചു മറുപണിയും ശക്തമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമായപ്പോൾ, കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കിയപ്പോൾ വലിയ പങ്ക് വഹിച്ചത് ഇന്ത്യ തന്നെയായിരുന്നു, സംശയമൊന്നും തന്നെയില്ല. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തി. എന്നാൽ ഇപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിൽ ബംഗ്ലാദേശിലുണ്ടായ കലാപത്തിൽ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ കൊല്ലപ്പെട്ട വിഷയത്തിൽ പട്ടാള നടപടികൾ അവസാനിച്ചതിന് ശേഷം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചു വന്നു. എന്നാൽ ഇന്ന് ഷെയ്ഖ് ഹസീനയെ വകവരുത്താനായിട്ടുള്ള ഉത്തരവുമായി ബംഗ്ലാദേശ് കാത്തിരിക്കുന്നു. ഇന്ത്യയോട് പലകുറി ആവശ്യപ്പെടുന്നു വിട്ടുതരാനായി. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ആവശ്യം. പക്ഷേ ഇന്ത്യ വിട്ടവർ പോയിട്ടുമില്ല, ഇന്ത്യ അഭയം ഉപേക്ഷിച്ചിട്ടുമില്ല. നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ഇന്ത്യയുമായി ഒട്ടും നല്ല ബന്ധമല്ല ഈയടുത്ത് കാത്തു സൂക്ഷിക്കുന്നത്. പ്രകോപനപരമായ പല പരാമർശങ്ങൾ ചിക്കൻ നെക്കടക്കം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏകദേശം യുദ്ധസമാനമായി മുന്നോട്ട് പോകുന്ന ഘട്ടം. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ബംഗാളിലെ സിലിഗുരി ഇടനാഴിയെക്കുറിച്ച് ചൈനീസ് സന്ദർശനത്തിനിടയിൽ മുഹമ്മദ് യൂനസ് നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണെന്നും സമുദ്രമാർഗത്തിൽ അവരുടെ ഏക രക്ഷകർത്താവ് ബംഗ്ലാദേശ് ആണെന്നുമായിരുന്നു വാദം. ഇന്ത്യ ഇതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. ബംഗ്ലാദേശിലേക്കുള്ള ചില കയറ്റുമതി ഇന്ത്യ അവസാനിപ്പിച്ചു. മാത്രവുമല്ല, പകരം പല പദ്ധതികളും ഇന്ത്യ ആക്കം കൂട്ടി. യൂനസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുന്നറിയിപ്പും കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രകോപനപരമായ നടപടികളാണ് യൂനസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ത്യൻ നയതന്ത്രജ്ഞരെ വിളിച്ചു വരുത്തിയ സർക്കാർ ഇറക്കുമതിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇന്ത്യൻ മാധ്യമങ്ങളെ നിരോധിക്കാനുള്ള ശ്രമം തുടങ്ങി. സർക്കാരിനെതിരായ പ്രതിഷേധം കൊണ്ട് രാജ്യത്തെ തെരുവുകളൊക്കെ തന്നെ പ്രക്ഷുബ്ധമാകുമ്പോഴാണ് ഇന്ത്യയെ വരിഞ്ഞു മുറുകാനായി അവർ ശ്രമിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളെ പടിഞ്ഞാറൻ മാധ്യമങ്ങളും അവരുടെ ചെരുപ്പ് നക്കുന്ന പ്രതിരൂപങ്ങളുമെന്നായിരുന്നു യൂനസിന്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം വിളിച്ചത്. ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള അഭിമുഖം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലായിരുന്നു ഈ നീക്കം നടത്തിയത്. അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധവും ഉയർന്നു. പക്ഷേ ഇതോടെ പിന്മാറുന്നതിന് പകരം കൂടുതൽ പ്രകോപനമാണ് യൂനസ് നടത്തിയത്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഔദ്യോഗികമായി പ്രതിഷേധമറിയിച്ചു. ഒളിച്ചോടിപ്പോയ കുറ്റവാളിയെന്ന് ഷെയ്ഖ് ഹസീനയെ വിളിച്ചു. അവരുടെ അഭിമുഖം നടത്തിയ മാധ്യമങ്ങളെ ആക്ഷേപിച്ചു. ഈ നീക്കങ്ങളുമായി തന്നെയാണ് ബംഗ്ലാദേശ് തുടരുന്നത്. ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ ഇതിനുള്ള മറുപടിയും നൽകും. വളരെ വേഗത്തിൽ തന്നെ ഷെയ്ഖ് ഹസീനയെ കൈമാറുക, ഇല്ലായെങ്കിൽ ശക്തമായ രീതിയിൽ ബംഗ്ലാദേശ് തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഭീഷണി. കഴിഞ്ഞ ദിവസം തന്നെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് ഇന്റർപോളിന്റെ സഹായം തേടി ഇന്ത്യയിൽ നിന്നും എങ്ങനെയും ഷെയ്ഖ് ഹസീനയെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ബംഗ്ലാദേശ് നടത്തിപ്പോകുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അജിത് ഡോവൽ. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ 7ാമത് NSI യോഗത്തിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു. ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരുവരും ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്കിടയിൽ അജിത് ഡോവലിനെ ധാക്കയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടയിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ സങ്കീർണമായതും നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി മാറിയതും. ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു കത്തയച്ചിരുന്നു. ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നതിന് പിന്നാലെ ബംഗ്ലാദേശ് വീണ്ടും ഒരു കത്തയച്ചു. എന്നാൽ ഇന്ത്യ ആകട്ടെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് കലാപക്കേസിലാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ധാക്ക അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റേതായിരുന്നു ഈ വിധി. കൊലപാതകത്തിന് ഉത്തരവിടൽ, അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു തുടങ്ങിയ കുറ്റങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.